മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഇന്നലത്തെ പത്രത്തിൽ നിറഞ്ഞു നിന്നത്, ഒരുപക്ഷെ മറ്റു മാധ്യമങ്ങളിലുമെല്ലാം നിറഞ്ഞു നിന്നത്, തമിഴ്നാട് മുഖ്യമന്ത്രി കുമാരി ജയലളിതയുടെ ദേഹവിയോഗമാണ്. ഒരുപക്ഷെ ഭാരതത്തില് ഒരു സംസ്ഥാനത്തില് ഒരു മുഖ്യമന്ത്രിക്ക് വേണ്ടി ഇത്രയും അധികം ജനത ഇത്രയും അധികം കാലം കാത്തു നിൽക്കുകയും പ്രാർത്ഥിക്കുകയും അവർക്ക് വേണ്ടി വഴിപാടുകൾ നടത്തുകയും അവർ തിരിച്ചു വരണമെന്ന് നിറഞ്ഞ മനസ്സോടുകൂടി ആഗ്രഹിക്കുകയും അതിനുവേണ്ടി നിലത്ത് ചോറ് വിളമ്പി ആ നിലത്ത് വിളമ്പിയ ചോറ് ഭക്ഷിച്ചാൽ ഉദ്ദേശിക്കുന്ന കാര്യം നടക്കുമെന്ന തമിഴ്നാട്ടിലെ ഒരു വിഭാഗം ജനതയുടെ വിശ്വാസം, അതവർ പ്രാവർത്തികമാക്കിയതുപോലും ഈ മുഖ്യമന്ത്രിയുടെ ആയുസ് നീട്ടിക്കിട്ടാനും അവരാരോഗ്യത്തോടുകൂടി തിരിച്ചു വരാനും വേണ്ടിയെല്ലാമായിരുന്നു. യഥാർത്ഥത്തിൽ ഒരു വിഭാഗം ജനതയുടെ, തമിഴരുടെ ഇത്രയും അധികം ത്യാഗോജ്വലമായ അനുഭവ പരമ്പര അവരാശുപത്രിയിൽ കയറിയ കാലം മുതൽക്ക് അവരുടെ ശരീരത്തിന് ക്ഷീണമുണ്ട്. അവര് പൊതുവേദികളിലൊന്നിലും വരാറില്ല. ഈ കാലയളവ് മുതൽക്ക് തന്നെ അവരുടെ ആരോഗ്യത്തെക്കുറിച്ച് എല്ലാവർക്കും സംശയമുണ്ടായിരുന്ന അന്ന് മുതൽക്ക് തന്നെ ഈ പ്രാർത്ഥനയും കുറേ അധികം ചടങ്ങുകളുമെല്ലാം അവർക്ക് ദീർഘായുസ് ഉണ്ടാവാൻ വേണ്ടി എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരും പ്രാർത്ഥിച്ചിരുന്നു. അവരുടെ പാർട്ടിയിൽപ്പെട്ടവർ പലതും അനുഷ്ഠിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ജീവിതത്തിൽ ഒരു സത്യമുണ്ട്. എത്ര വലിയ മഹാനാണെങ്കിലും, ശ്രീരാമനാണെങ്കിലും ശ്രീകൃഷ്ണനാണെങ്കിലും യേശുക്രിസ്തു ആണെങ്കിലും സോക്രട്ടീസ് ആണെങ്കിലും മഹാത്മാഗാന്ധി ആണെങ്കിലും വിവേകാനന്ദരാണെങ്കിലും ശങ്കരാചാര്യരാണെങ്കിലും ഈ ലോകത്തിൽ ആരംഭിച്ച എല്ലാത്തിനും അവസാനമുണ്ടെന്ന് പറയുന്ന അതേപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടെങ്കിൽ ഡേറ്റ് ഓഫ് ഡെത്ത് ഉണ്ട്, ജനന തീയതി ഉണ്ടെങ്കിൽ മരണ തീയതിയുമുണ്ട്. ലോകത്തിലെ ആരോഗ്യശാസ്ത്രം അല്ലെങ്കിൽ മെഡിക്കൽ സയൻസ് എത്രയെല്ലാം വളർന്നിട്ടുണ്ടെങ്കിലും ശരി, ഈ ലോകത്തിലെ ഒരു ജീവിയുടെയും ആയുസ് കൃത്യമായിട്ട് നീട്ടി കൊണ്ടുപോകാൻ സാധ്യമല്ല. കുറേയൊക്കെ നീട്ടിക്കൊണ്ടുപോകാൻ സാധിക്കും, അനന്തമായിട്ട് നീട്ടിക്കൊണ്ടുപോകാൻ സാധിക്കില്ല. ഒരു പക്ഷേ 80-നപ്പുറം കൊണ്ടുപോകൽ ബുദ്ധിമുട്ടാണ്, 85-നപ്പുറം കൊണ്ടുപോകൽ കുറെ കൂടി ബുദ്ധിമുട്ടാണ്, 90-നപ്പുറം കൊണ്ടുപോകൽ പ്രാക്ടിക്കലി വളരെ ഡിഫിക്കൽട്ടാണ്, 100-നപ്പുറം എത്തിക്കാൻ പൊതുവെ സാധിക്കില്ല. അതുകൊണ്ട് എങ്ങനെയാണോ കഴിഞ്ഞ മാസം 8-ാം തീയതി 500-ന്റെയും 1000-ന്റെയും നോട്ടുകൾ വെറും കടലാസ് കഷ്ണങ്ങളായത്, അതേപോലെ തന്നെ ഈ മനുഷ്യ ശരീരം അമ്മയുടെ ഗർഭത്തിൽ നിന്ന് പുറത്തു വന്ന കുറേ കാലം ഈ ഭൂമിയിൽ നിലനിന്ന് ചെയ്യേണ്ടതും ചെയ്യേണ്ടാത്തതുമായ കാര്യങ്ങളെല്ലാം ഈ മനസ്സും ശരീരവും കൂടി ചെയ്ത് അന്ത്യത്തില് ഒരു തിരിച്ചുള്ള യാത്ര, ആ തിരിച്ചുള്ള യാത്രയിൽ വെട്ടിപ്പിടിച്ചതും കെട്ടിപ്പടുത്തതും പറ്റിച്ചെടുത്തതും തട്ടിപ്പറിച്ചതും ഒന്നും കൊണ്ടുപോകില്ല എന്നുള്ളത് ഉറപ്പാണ്. എല്ലാവരും അമ്മ എന്ന് വിളിക്കുന്ന കുമാരി ജയലളിത കുമാരി തന്നെയായിട്ടാണ് ഈ ലോകത്തുനിന്ന് യാത്ര പറഞ്ഞത്. അതുകൊണ്ട് പലരും ഇവിടേക്ക് വരുന്നു, പല രീതിയിൽ ഇവിടെ ജീവിക്കുന്നു, പല കാര്യങ്ങൾ
അവർ ചെയ്യുന്നു. ആ ജീവിതമാകുന്ന നാടകമെല്ലാം അഭിനയിച്ചു കഴിയുമ്പോൾ എന്ത് നേടിയാലും എന്ത് നേടിയില്ലെങ്കിലും, നല്ല മലയാളത്തിൽ പറഞ്ഞാൽ പാസ്പോർട്ടിന്റെയും വിസയുടെയും കാലാവധി കഴിയുമ്പോൾ നമ്മളെല്ലാവരും തിരിച്ചു പോകേണ്ടവരാണ്. മനുഷ്യരുടെ നിയമത്തില്, വ്യക്തികളുടെ രീതിയിൽ മാറ്റമുണ്ടാവാം, പ്രകൃതിയുടെ നിയമത്തിൽ ഒരു മാറ്റവും ഉണ്ടാവില്ല. പലപ്പോഴും പ്രകൃതിക്ക് 1 വയസ്സായിട്ടുള്ള കുട്ടിയെന്നോ 5 വയസ്സായിട്ടുള്ള കുട്ടിയെന്നോ കല്യാണം കഴിച്ച് വീട്ടിലേക്ക് കയറുന്ന വധൂവരന്മാരെന്നോ വാർദ്ധക്യത്തിന്റെ ക്ലൈമാക്സിൽ ഇരിക്കുന്നവരെന്നോ സോഷ്യൽ വർക്കർ എന്നോ സന്യാസി എന്നോ ഋഷി എന്നോ പുണ്യവാളൻ എന്നോ പ്രവാചകൻ എന്നോ ദൈവപുത്രൻ എന്നോ അവതാരമെന്നോ ഒരു വ്യത്യാസവുമില്ല. പ്രകൃതിക്കെല്ലാം ഒരു നിയമമേ ഉള്ളൂ. ആരംഭമുള്ള എല്ലാത്തിനും അവസാനമുണ്ട്. അങ്ങനെ ആരംഭമുള്ളതിന്റെ അവസാനമാണ് ഇന്നലത്തെ പത്രമാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്ന ഒരു ജനതയ്ക്ക് വേണ്ടി അമ്മ എന്ന പേര് സ്വീകരിച്ച് അമ്മയുടെ സിമന്റും അമ്മ വെള്ളവും റേഷനരിയും തയ്യൽ മെഷീനും ലാപ്ടോപ്പും ഇഡ്ഡലിയും ഭക്ഷണപദാർത്ഥങ്ങളുമെല്ലാം ജനങ്ങൾക്ക് കൊടുത്തത് അത് ഒരു ജനതയുടെ മനസ്സിൽ സ്ഥാനം പിടിക്കാനോ അല്ല ഭരണാധികാരി എന്നുള്ള നിലയിൽ സാധിക്കുന്നതെല്ലാം ചെയ്യാനോ ഏത് വിധത്തിലാണെങ്കിലും ശരി തമിഴ്നാട് ജനത അവരെ തോൽപ്പിച്ചതുപോലെ ജയിപ്പിച്ചിരുന്നു. ഒരു പ്രതിപക്ഷ വ്യക്തിയെ മാത്രം നിർത്തിയിട്ട് ജയിപ്പിച്ചിരുന്നു എങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം 134 പ്രതിപക്ഷ അംഗങ്ങളെ നിയമസഭയിലേക്ക് അയച്ചു. ഭൂരിപക്ഷം അവരുടേത് വളരെ കുറച്ചു. അപ്പൊ അവരെ സ്നേഹിക്കുന്നവരുമുണ്ട്, ബഹുമാനിക്കുന്നവരുമുണ്ട്, ആദരിക്കുന്നവരുമുണ്ട്, ഇഷ്ടപ്പെടുന്നവരുമുണ്ട്, ഇഷ്ടപ്പെടാത്തവരുമുണ്ട്. ഏതായാലും ലോകത്തിലെ ആരും സ്ഥിരമായിട്ട് ഇഷ്ടപ്പെടുന്നവരോ ഇഷ്ടപ്പെടാത്തവരോ എന്ന ലിസ്റ്റിലുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും വിശകലനം ചെയ്യേണ്ട ഒരു കമന്റ് അല്ല ഇത്. മറിച്ച് വളരെയധികം പാവപ്പെട്ടവർക്ക് ആശ്രയമായിരുന്ന ജയലളിത എന്ന സിനിമാ നടിയും നർത്തകിയും എല്ലാമായ അവര് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ആരോഗ്യത്തോടുകൂടി തിരിച്ചു വരുമെന്ന് ഉറപ്പ് ആശുപത്രി അധികൃതർ കൊടുത്തിരുന്ന കാലത്ത് അവർ പറയുകയുണ്ടായി, അവർക്ക് അവരുടെ അമ്മയിൽ നിന്ന് ആവശ്യത്തിന് സ്നേഹം ലഭിച്ചില്ല എന്ന്. ഏതായാലും നമുക്കെല്ലാവർക്കും എല്ലാവരെയും സ്നേഹിക്കാനും ആ സ്നേഹം മനസ്സിൽ ഒതുക്കി വയ്ക്കുക മാത്രം ചെയ്യാതെ അത് പ്രദർശിപ്പിക്കാനും, എല്ലാ വ്യക്തികൾക്കും സ്നേഹിക്കപ്പെടണം, ബഹുമാനിക്കപ്പെടണം, ആദരിക്കപ്പെടണം എന്ന ആഗ്രഹമുണ്ട് എന്ന് തിരിച്ചറിയാനും, എത്ര ഉയർന്നവനാണെങ്കിലും എത്ര താഴ്ന്നവനാണെങ്കിലും മനുഷ്യ വികാരങ്ങളെല്ലാം ഏതാണ്ട് ഒരേപോലെയാണ്. അത് പ്രകടിപ്പിക്കുന്ന രീതിയിൽ മാത്രമേ നമ്മളുടെ വിദ്യാഭ്യാസമോ സാമൂഹികമായിട്ടുള്ള പരിചയങ്ങളോ നമ്മളെ വ്യത്യാസപ്പെടുത്തുന്നുള്ളൂ. വികാര വിചാരങ്ങളെല്ലാം ഏതാണ്ട് എല്ലാവർക്കും ഒന്നുപോലെയാണ്. അത് ലോകരാഷ്ട്രങ്ങൾ ഭരിക്കുന്ന വ്യക്തികളാണെങ്കിലും അവർക്ക് ചായ ഉണ്ടാക്കി കൊടുക്കുന്നവരാണെങ്കിലും എല്ലാം ഒരേപോലെയാണെന്ന് ഓർമ്മിക്കാൻ സാധിക്കട്ടെ. സ്നേഹിക്കാനും ബഹുമാനിക്കാനും ആദരിക്കാനും അത് ജനങ്ങളുടെ മുമ്പിൽ പ്രദർശിപ്പിക്കാനും അത് പ്രായോഗികമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാനും കുറെ അധികം സാധിച്ച ആ വ്യക്തിയുടെ, തമിഴ്നാട് മുഖ്യമന്ത്രിയുടെ കുമാരി ജയലളിതയുടെ ദേഹവിയോഗത്തിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജിലെ പ്രവർത്തകര് നിറഞ്ഞ മനസ്സോടുകൂടി, വേദനിക്കുന്ന മനസ്സോടുകൂടി, ദുഃഖിക്കുന്ന മനസ്സോടുകൂടി അവരുടെ നന്മകൾ മറ്റെല്ലാവർക്കും മാർഗദർശകമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. പ്രണാമം. നമസ്കാരം.